മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് മേഘനാഥൻ മാർക്കോനെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് മാർക്കോനോട് നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ ഇവിടെ നിന്ന് പുറം ലോകം കാണില്ല, നിന്നെ ഞാൻ ഇവിടെ തന്നെ കിടത്തുമെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മാർക്കോക്ക് ഇത് വല്ലതും ഉണ്ടോ ഭയം? മാർക്കോ പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്യാതെയാണ് ഇതിനകത്ത് കിടക്കുന്നത്, അതുകൊണ്ട് എന്നെ ജാമ്യത്തിലിറക്കാൻ എനിക്ക് പുറത്ത് ആളുണ്ട് എന്നൊക്കെ പറയുന്നു. എനിക്കിവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു പേടിയുമില്ല, സാറാണ് എന്നെ പേടിക്കേണ്ടത്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ സാറിൻ്റെ കാര്യം ആലോചിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോയും തിരിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മേഘനാഥന് ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. എന്നിട്ട് SIയോട് പറയുന്നുണ്ട്, ഇവനെ സ്ഥിരമായിട്ട് ജയിലിൽ തന്നെ ഇടാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ അതും കൂടെ ചുമത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ SI പറയുന്നു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മാർക്കോനെ കള്ളക്കേസിൽ കൊടുക്കാം, പക്ഷേ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല, അവനെ ഇറക്കാനായിട്ട് അവനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെ വരും, അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കിടത്താമെന്നൊന്നും പറ്റുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ്. അവനിനി പുറം ലോകം കാണില്ല അച്ഛാ, അവനെ ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ അഴിയെണ്ണി കിടക്കുമെന്നൊക്കെ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനൊന്നുമല്ല അവൻ ഇരട്ടൻ ചകനാണ്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് കളിക്കുന്നത് നീ സൂക്ഷിച്ച് വേണം, ഞങ്ങൾക്കിട്ട് കിട്ടിയതിൻ്റെ ഇരട്ടിയായിരിക്കും ഇനി നിനക്കിട്ട് കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പം മേഘനാഥൻ പറയുന്നു, അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ, അതൊക്കെ ചുമ്മാ അവൻ്റെ പുറംപോച്ചാണ് അച്ഛ, അതുകൊണ്ട് അച്ഛനൊന്ന് പേടിക്കാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ. പിന്നീട് മേഘനാഥൻ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, ഞാനാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത്, അവനെ ജയിലിലാക്കിയതല്ല ഞാൻ കളിച്ച കളിയാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം മഞ്ജുവിനൊരു സംശയം തോന്നുന്നുണ്ട്, അതാരാണ് ആ പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം മേഘനാഥൻ ആകെ പെട്ടെന്ന് ഒന്നും അല്ലാതെ ആകുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ പറയുന്നു, അതെനിക്കറിയാവുന്ന ഉള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ അവൾ ചെയ്യും എന്നൊക്കെ പറയുന്നു. അപ്പം മഞ്ജുവിന് വിചാരിക്കുന്നുണ്ട്, എന്നാലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അവളും അതുപോലത്തെ അവളായിരിക്കണ്ടേ, അതുകൊണ്ടാണല്ലോ അവൾ അങ്ങനെയൊക്കെ മൊഴി കൊടുക്കാനായിട്ട് ശ്രമിച്ചത്, അതുകൊണ്ട് എന്താണ് അവൾ ആരാണ്, നിങ്ങൾക്കെല്ലാം അവളെക്കുറിച്ച് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഞ്ജു. അപ്പോൾ മേഘനാഥൻ പറയുന്നു, നീ അധികം ഒന്നും എന്നോട് ചോദിക്കണ്ട, നീ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്നിട്ട്, അതുകൊണ്ട് നീ ഇപ്പോഴേ എന്നെ ഭാര്യയുടെ ഒരു ചുമതലയൊന്നും എൻ്റെ മേൽ ചുമത്തണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇവിടെ നിന്നാൽ മതി, നിനക്ക് ഇവിടെ ചെയ്യാൻ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് എൻ്റെ തലയിലോട്ട് കയറുന്നത്, അതുകൊണ്ട് നീ നിൽക്കേണ്ടടുത്ത് നിന്നാൽ മതി എന്നൊക്കെ മേഘനാഥൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ മഞ്ജു വിചാരിക്കുന്നുണ്ട്, ഇത്രയും നാളുണ്ടായിരുന്ന പോലെയല്ലല്ലോ മേഘേട്ടൻ, ഇപ്പം മേഘേട്ടൻ്റെ സ്വഭാവത്തിനെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അത് പിന്നെ നീ എന്നോട് ഇങ്ങോട്ട് അങ്ങനെയല്ലേ പെരുമാറുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നിൻ്റെ കാര്യം നീ നോക്കിയാൽ മതി, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാമെന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്താണെങ്കിൽ ചെയ്യ, ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിനും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്, ഞാനൊന്നും തിരിഞ്ഞു നോക്കത്തില്ല എന്നല്ലൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. പിന്നെ പ്രതാപനെ കാണാൻ വേണ്ടി കണ്ണനും മഹിയും കരുണാലയത്തിലെത്തുകയാണ്. ഇവർ അവിടെ ചെല്ലുന്നത് കാണുമ്പോൾ മോഹിനിക്ക് വളരെ സന്തോഷമാവുന്നു. മോഹിനി വളരെ ഇഷ്ടത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവർ രണ്ടുപേരും അവിടെ ചെന്നതിൽ അവിടെ മുത്തശ്ശിക്കും പ്രതാപനും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ്റെ ഇരിപ്പും വേദനയൊക്കെ കാണാൻ വേണ്ടിയാണല്ലേ നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് രണ്ടുപേരോടും. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ ഞങ്ങളങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. ഇയാളല്ലേ കൊട്ടേഷൻ കൊടുത്ത് എന്നെയും മഹീനെയും കൊല്ലാനായിട്ട് ശ്രമിച്ചത്, പക്ഷേ തിരിച്ചടി ഇവർക്ക് തന്നെ കിട്ടുമെന്ന് ഇവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഈ വീൽ ചെയറിൽ ഇരിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപം പറയുന്നു, എന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അതിനൊന്നുമല്ല ഞാൻ വന്നത്, എനിക്ക് കാര്യങ്ങൾ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. എൻ്റെ മഹിയെ നിങ്ങൾ അതെന്തുമാത്രം കല്യാണത്തിന് മുമ്പ് ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ എന്നോട് കുറച്ചൊക്കെ മഹി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, വീണ്ടും ഞങ്ങളുടെ കല്യാണത്തിന് ശേഷവും ഞങ്ങളെ കൊല്ലാനായിട്ട് എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളുടെ മകൾ മഹാറാണിയെപ്പോലെ ജീവിക്കാൻ വേണ്ടി എൻ്റെ സ്വത്ത് എന്തിനാണ് നിങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് എന്തിനാണ് വെറുതെ എൻ്റെയും എൻ്റെ മഹിയുടെയും പിറകെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കൂലേ, വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ വരാതിരുന്നാൽ എല്ലാവർക്കും നല്ലതെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിലെല്ലാം ശത്രുക്കൾക്കെല്ലാം വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. തുടർന്നുള്ള നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.